അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഹൈ പ്രോഫിറ്റ് ഇൻകം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ആമസോണിന്റെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെയോ ഒക്കെ ഒരു അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെയുള്ളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് ഒരു കമ്മീഷൻ ഏൺ ചെയ്യുന്ന മെത്തേഡാണ്, ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള പ്രൊഡക്റ്റുകൾ, അവരുടെ മാർക്കറ്റ് പ്ലേസിലെ പ്രൊഡക്റ്റുകൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൊമോട്ട് ചെയ്ത് ഒരു ഒരു ജോബ് റീപ്ലേസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാലറി റീപ്ലേസിംഗ് ആയിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനറെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണും ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികൾ നമുക്ക് തരുന്ന ഒരു റവന്യൂ, ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം 3%, 4% ഒക്കെയാണ് നമുക്ക് ആകെ കമ്മീഷൻ വരുന്നത്. അതായത് ഒരു 1000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30-40 രൂപയാണ് ആകെ നമുക്ക് അഫിലിയേറ്റ് കമ്മീഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു സാലറി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അത് അങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ലെവലുള്ള റീച്ച് വേണ്ടി വരും. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വലിയ ഫാൻ ബേസ് അല്ലെങ്കിൽ ഫോളോവർ ബേസ് വേണ്ടി വരും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതുപോലെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ആമസോണിലെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ച് ഇത് പോസിബിൾ ആണ്. പക്ഷെ ഒരു ബിഗിനറിന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സാലറി റീപ്ലേസിംഗ് ആയിട്ടുള്ള ഇൻകം എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ ഏൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകൾ സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആമസോണിന്റെയോ ഫ്ലിപ്കാർട്ടിന്റെയോ അഫിലിയേറ്റ് ആയിട്ട് ചെയ്യാൻ നിൽക്കരുത്, പ്രത്യേകിച്ചും ബിഗിനർ ആവുന്ന സമയത്ത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യണം. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറുകൾ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനീനെ സംബന്ധിച്ച് ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവർ ഒരിക്കൽ ആ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ കസ്റ്റമറിനും സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു അഫിലിയേറ്റ് ആയിട്ട് അവരുമായിട്ട് സൈൻ അപ്പ് ചെയ്ത് അവർക്കൊരു പുതിയ കസ്റ്റമറിനെ കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു 90-95% അവർക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ, അതായത് സോഫ്റ്റ്വെയർ കമ്പനികൾ 40% മുതൽ 80% വരെയൊക്കെ കമ്മീഷൻസ് കൊടുക്കും. അതായത് നമ്മൾ 1000 റുപ്പീസിന്റെ ഒരു പ്രൊഡക്റ്റ്, ആമസോണിലെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 40 റുപ്പീസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളൊരു 1000 റുപ്പീസിന്റെ ഒരു സോഫ്റ്റ്വെയർ സെൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 400 രൂപ മുതൽ 800 രൂപ വരെയൊക്കെ കമ്മീഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ഫാൻ ബേസോ അല്ലെങ്കിൽ ഒരു ഫോളോവർ ബേസോ ഇല്ലെങ്കിൽ പോലും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോബ് റീപ്ലേസിംഗ് ആയിട്ടുള്ള റവന്യൂ ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും സോഫ്റ്റ്വെയറുകൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മന്ത്ലി ഒരു എമൗണ്ട് കൊടുത്തിട്ടാണല്ലോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അതുപോലെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർസ്, മിക്കവാറും സോഫ്റ്റ്വെയറുകളും ആ ഒരു മോഡലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഫർ ചെയ്യുന്ന കസ്റ്റമർ ഓരോ മാസം സബ്സ്ക്രിപ്ഷൻ ഫീ അടക്കുമ്പോഴും നിങ്ങൾക്ക് ഈ 40% മുതൽ 80% വരെ റിക്കറിംഗ് ആയിട്ട് ഓരോ മാസവും കമ്മീഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചു കാലം നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് ഇതൊരു പാസീവ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ആയിട്ട് മാറും. അതായത് നിങ്ങൾ 2-3 മാസം വർക്ക് ചെയ്ത് 4-മത്തെ മാസം നിങ്ങൾക്ക് ഒരു റെസ്റ്റ് എടുക്കണം, നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകണമെങ്കിലോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിലോ ഒക്കെ ആ ഒരു മാസം നിങ്ങൾ പ്രത്യേകിച്ച് പുതുതായിട്ട് പ്രൊമോഷനോ വർക്കുകളോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും മുന്നേ ചെയ്തിട്ടുള്ള 3 മാസത്തിന്റെ സബ്സ്ക്രിപ്ഷൻസ് അപ്ഡേറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് 4-മത്തെ മാസം നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വരുമാനം വരും. അതാണ് പാസീവ് ഇൻകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ എവിടെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറ്റർ മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ടാവും, അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ. അതായത് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്ന പോലെ അഫിലിയേറ്റ് ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വാരിയർ പ്ലസ്, പിന്നെ അതുപോലെ മാക്സ് ബൗണ്ടി, പിന്നെ പാർട്ട്ണർ സ്റ്റാക്ക്, ജെവിസു, ക്ലിക്ക്
ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ക്ലിക്ക് ബാങ്ക് ഒക്കെ ആണെങ്കിൽ ക്ലിക്ക് ബാങ്ക് ഇന്ത്യൻസിന് അലൗഡ് അല്ല. ഇന്ത്യയിൽ അവർ പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല, അവർ അപ്രൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റ് ആണ് വാരിയർ പ്ലസ്, അല്ലെങ്കിൽ മാക്സ് ബൗണ്ടി, പാർട്ട്ണർ സ്റ്റാക്ക് ഒക്കെ നിങ്ങൾക്ക് ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഒരു അഫിലിയേറ്റ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്കുകൾ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഈ ലിങ്കുകൾ ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് എപ്പോൾ സെയിൽ നടന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ റിക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി മാർക്കറ്റ് പ്ലേസ് അല്ലാതെ വേറെ ഒരു മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ കമ്പനിയിൽ പോവുക. നിങ്ങൾക്ക് അറിയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ക്വിക്ക് ബുക്ക് ഒക്കെ പോലെയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ക്വിക്ക് ബുക്കിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും അവരുടെ അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് മെനി ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാറ്റ് ഓട്ടോമേഷൻ, ഇൻസ്റ്റഗ്രാം ചാറ്റ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ ജോയിൻ ദ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ മിക്കവാറും സോഫ്റ്റ്വെയർ കമ്പനിക്ക് 95% സോഫ്റ്റ്വെയർ കമ്പനികൾക്കും ഇതുപോലെ അവരുടെ ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഡയറക്റ്റ് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അഫിലിയേറ്റ് പ്രോഗ്രാംസ് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ക്ലിക്ക് ഫണലിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ആണ്. കണ്ടോ, അപ്പോൾ ക്ലിക്ക് ഫണലിന്റെ കണ്ടോ, അവർ ഇതുവരെ പേ ചെയ്തിട്ടുള്ള അഫിലിയേറ്റ്സിന് $13 മില്യൺ അവർ അഫിലിയേറ്റ് കമ്മീഷനായിട്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വലിയൊരു ഫോളോവർ ബേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെത്തേഡ്, ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സെയിൽസ് ഫണൽ ബിൽഡ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്, സിസ്റ്റം പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് ഫണൽ ഉപയോഗിച്ച് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഒരു സെയിൽസ് ഫണൽ, ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് ഫണൽ എങ്ങനെ സെറ്റ് ചെയ്യാം, റെഡി ടു യൂസ് ആയിട്ടുള്ള സെയിൽസ് ഫണൽ ടെംപ്ലേറ്റുകൾ അതിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ച് അത് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, സാധാരണ ഈ സോഫ്റ്റ്വെയറുകൾ, അതായത് സെയിൽസ് ഫണൽ ബിൽഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് കമ്മ്യൂണിറ്റി പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്, ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതൊരു ഫണൽ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ആണ്, ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ട്രാക്ഷനിലേക്ക് നിങ്ങൾക്കൊരു 1 ഇയർ ഫ്രീ ആക്സസ് തരും. ഈ ട്രാക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ ടൂൾസും ഇതിലുണ്ട്. ഇത് നിങ്ങൾക്ക് അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള റെഡി ടു യൂസ് ടെംപ്ലേറ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കും, കോഴ്സുകളും സിസ്റ്റംസും ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ വീക്ക്ലി 2 കോച്ചിങ് കോഴ്സ് കൊടുക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ പരിചയപ്പെടുത്തി തരും. ഇതെല്ലാം നമ്മൾ ഈ ലൈവായിട്ടുള്ള കോച്ചിങ് കോഴ്സിലും ചെയ്തു കൊടുക്കും. അതല്ലാതെ ഇനി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ടീമിന് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ കോൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് തരും. ഓക്കെ, ഇതാണ് ടോട്ടൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഹെൽപ്പുകളെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിലൂടെ തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ആപ്പും ബാക്കി പ്രൊമോഷനുള്ള ടെംപ്ലേറ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓൺ ബോർഡിങ് കോൾ കിട്ടും. അപ്പോൾ ആ കോളിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള
ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മളുടെ ടീം സെറ്റ് ചെയ്ത് തരും. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പുകളും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ തരും. ഓക്കെ, സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഓക്കെ.